ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ രസകരമായിട്ടുള്ളൊരു ഗെയിം പരിചയപ്പെടുത്താനാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് റൺ സോസേജ് റൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരെ ഈ ഗെയിം ഒന്ന് കണ്ടു നോക്കൂ. ഗെയിം എന്ന് പറഞ്ഞത് ഭയങ്കര രസമുള്ളൊരു ഗെയിമാണ്. അതായത് ഒരു എൻ്റർടൈനിങ് ആണ്, ടൈം പാസിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. ഇതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ടാപ്പ് ചെയ്യുക, അതായത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ സോസേജ് എന്ന് പറയുന്ന ആൾ ഓടും. പിന്നെ ഒരുപാട് സംഭവം ഉണ്ട് കിടക്കണം. അതായത് തീ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓരോ ലെവൽ കൂടുന്തോറും ഓരോ രസമാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും നല്ലൊരു എൻ്റർടൈനിങ് ആട്ടോ ഗെയിം. കണ്ടോ ഈ ഒരു കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞേ, ഇങ്ങനെ പെട്ടെന്നേക്ക് ഓരോന്ന് വരിക, നമുക്ക് പോലും അറിയില്ല അതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ കാരണം ഓൾറെഡി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ സാധനങ്ങൾ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ പുറമെ ഇങ്ങനെ ഫ്രണ്ടിലും കൂടി ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റണില്ല. എന്തായാലും കുറഞ്ഞ MBൻ്റെ എനിക്ക് തോന്നുന്നൊരു 100 MB താഴെ ഉള്ളൂ, 70 50 അങ്ങനെ എന്തോ MB ആണ് ഈ ഗെയിമിന്. കണ്ടോ ഇതൊക്കെ ഞാൻ വിചാരിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നതാണെന്നാ, ബട്ട് അല്ല, അത് കറക്റ്റാണ് ഗെയിമിൻ്റെ ചെയ്യുന്നു. ഒരുപാട് ലെവലും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഗെയിമാണ്. എന്തായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ക്യാരക്ടർ എന്ന് പറയണത്. ഫസ്റ്റ് ഇത് മെയിനായിട്ട് ഇപ്പോൾ നമുക്കിത് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കിടക്കണം. പക്ഷേ ഇതിലാകെ ഒന്നെനിക്ക് തോന്നിയത് ഇതിനെ നിർത്താൻ പറ്റില്ല. അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തൂലേ, ആ സംഭവം ഇതിലില്ല. പകരം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് സ്റ്റോപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഓടട്ടെ മെല്ലെ പൊട്ടെ മെല്ലെ പൊട്ടെ കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ പെട്ടെന്നാണ് ആ സംഭവം വരിക. നമുക്ക് അത് എടുത്തെത്തുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇത് ട്രാപ്പാണ്. അങ്ങനെ രസമാണ് സത്യം പറഞ്ഞാൽ. ആദ്യം ഒരു കളി തോറ്റ് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഒരു ഹരാണ്, ഇതെങ്ങനെയും ജയിക്കണമല്ലോ. കാരണം ഇത്രയും ചെറിയൊരു ഗെയിമാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. ഇത്രയും ചെറിയ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു ഗെയിമാണ്. ഇത്ര ചെറിയൊരു ഗെയിമിൽ എപ്പോൾ തന്നെ തോറ്റോ അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട്, അതായത് ഒരു വാശിയാണ്. പിന്നെ അടുത്തതിൽ എന്നാൽ ജയിക്കണം, അടുത്തതിൽ ഫിനിഷിംഗ് ലൈൻ എത്തണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗെയിം. അതായത് ഇങ്ങനെ ഇരിക്കും ഇതുമേ സത്യം പറഞ്ഞാൽ. ആ മേലെ നിങ്ങൾ കണ്ടോ 6 to 7 അത് ആ ലെവലാണ്. അതായത് ഇപ്പോൾ നമ്മൾ 6ാം ലെവലിലുള്ളത്, അത് 7ാം ലെവലിലേക്ക് എത്തണമെങ്കിൽ ഞാൻ അത്ര ദൂരം, ആ ദൂരമാണ് ആ കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇട്ടൊന്നുകൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ കണ്ട 6 ഓരോ നിന്ന് പോകുന്നത് കാണാം. കണ്ടോ 6 7ക്ക് എത്തിയിട്ടില്ല, അങ്ങനെ എത്തും. ഈ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങും. അതായത് റൺ ചെയ്യുമ്പോൾ ഈ സാധനം അങ്ങനെ ഒടിയും. കണ്ടോ ആ ഒരു സംഭവം. അത് എന്തായാലും നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. രസമാണ് സത്യം പറഞ്ഞാൽ. രസമുള്ളൊരു ഗെയിം. ഈ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന കളിക്കുമ്പോൾ നല്ല രസമാണ്. കണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ സ്പൂൺ വെച്ച് അടിക്കും. കണ്ടോ കുറേ എണ്ണത്തിനെ കൊന്നിട്ടുണ്ട്. അതാണ് ഓരോ ലെവലുണ്ട്. നല്ല രസമാണ്. നമുക്കിത് അറിയില്ല. അതായത് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ബീച്ചിലെത്തി. നേരത്തെ ഒരു കാട് പുല്ലൊക്കെ ആയിരുന്നു, ഇപ്പോൾ ബീച്ചായി. അങ്ങനെ ഓരോ ലെവൽ കഴിയുന്തോറും ഓരോരോ സംഭവങ്ങൾ. അതെന്താ ഇത് മറ്റേ കടലത്തെ ഷോക്കടിക്കണേ, ഷോക്കാ എന്തോ ആണ്. എന്തായാലും രസമായി. കുട്ടീനൊക്കെ മാറി നടന്നത് ഇതൊക്കെ ചിലപ്പോൾ സിമ്പിളായിട്ട് അപ്പോൾ അല്ല, അത് കുറച്ച് ടഫ് ആയിരുന്നു. അപ്പോൾ അടുത്തതിൽ സിമ്പിളായിട്ട് നമ്മൾ മറി കിടക്കുന്നതായിരിക്കും. കറക്റ്റ് സമയം പറയില്ല. സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. അതാണ് നമ്മൾ പെട്ടെന്ന് പോകണം. ആ സമയത്ത് ഉണ്ടോ ഇവിടെ നിന്നൊക്കെ എന്താ ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഓടണം. അതാണ് സുമ്മറിന് പോകണം ആ സമയത്ത്. പൊട്ടെ ഓക്കെ പൊട്ടെ ഒരുപാട് ക്യാരക്ടർ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇതല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ആദ്യം അടിച്ച് ഇഞ്ഞ് പായണം. ഓക്കെ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നിൽക്കണം. ഓക്കെ സ്പീഡ്. സത്യം പറഞ്ഞാൽ ഇതിൽ ഈ ഓപ്ഷനിൽ ഒരുപാട് ഇതുണ്ട്, റേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് സത്യം പറഞ്ഞാൽ നല്ല രസമാട്ടോ. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടുന്നതിനെക്കാട്ടിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, അത് ഏതൊരു ഫീൽഡും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യത്തിൽ പങ്കെടുക്കണതിൻ്റെക്കാട്ടും കൂടുതൽ ഒരാളൊപ്പം മത്സരിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരവും ആ ഒരു രസമാണ്. അപ്പോൾ റേസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. അത് ഞെക്കി കഴിഞ്ഞാൽ അതേറെ ട്രംപൊക്കെ ഉണ്ടല്ലോ. അത് നല്ല രസമാണ്. ഓരോ ക്യാരക്ടേഴ്സ്. പോണോക്കിയാ ഫസ്റ്റ് തോൻ. സ്പീഡാ. ഓൺലൈനാണ് ഇതൊക്കെ. ഓൺലൈനായിട്ട് ഇങ്ങനെ ആൾക്കാരും ഓരോരുത്തരായിട്ട് കളിക്കുക. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ഈ ഒരു റേസ് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് ഇത് നല്ലൊരു അടിപൊളിയാണ്. കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് തേർഡാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അടുത്ത ആൾക്കാരാണ് കണ്ടോ, അത് പുതിയ ആൾക്കാരാണ്. മുമ്പിലായിട്ടാണ് അടുത്ത്. സ്പീഡ് ഓടണം.
ഓക്കെ പൊട്ട ഓ ആ 2 എണ്ണം പോയിട്ട് അപ്പോൾ നമ്മളാ ഫസ്റ്റ്. അതായത് നമ്മളാ ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ കിരീടത്തിൻ്റെ ചിഹ്നം നമ്മുടെ നേരെ ഉണ്ടാവും. ഇതാ തലേൻ്റെ മേലെ ആകണേ. ജയിച്ചു. അപ്പോൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇപ്പോൾ ഒരു ത്രില്ലായില്ലത്. ഇനി നമുക്ക് ഒന്നുകൂടി കളിച്ചു നോക്കാം എന്താവും അടുത്ത അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി. ഓക്കെ പോട്ടെ ഓടട്ടെ. ഓ ഏതാ 1ാം സ്ഥാനം പോകണ നോക്കിയാൽ അവിടെ ആക്കട്ടെ. മുന്നിൽ ഓടരുത്. നമ്മളെപ്പോഴും നോക്കി പോകണം. കാരണം മുന്നിലെടുത്ത് എന്ത് ഡേഞ്ചറായാൽ പറയില്ല, പെട്ടെന്നേക്ക് ഓരോന്ന് വരിക. അതുകൊണ്ട് എന്ത് ഡേഞ്ചറാണ് എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റണില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതാ അടുത്തത് അതിലൊരു ക്യാരക്ടേഴ്സും കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് 258 ഉണ്ട്. അതുകൊണ്ട് ഇപ്പനെ വാങ്ങാം ഈ 100 റുപ്യൻ്റെ. അതായത് ഈ കുണ്ടപ്പൻ ഇതാ. ഓ കണ്ടോ ആ സമയത്ത് മറികടക്കണം. ആ ചുമപ്പ് അതിൻ്റെ മേലെ കത്തണതിൻ്റെ മുന്നേ പോകണം. ഇത് കൊള്ളാലോ. ഇതിന് പിന്നെ കുനിയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പോയാൽ മതിയാവും. പെട്ട ഓ ഞാൻ പറയില്ല, ആ സമയത്ത് പോകണം. ആ റെഡ് ലൈറ്റ് മിന്നി കത്തണ സമയത്ത് നമ്മൾ അതിൻ്റെ അപ്പുറം കടക്കണം. അതാണ് തോന്നണേ. ഒന്നുകൂടി നോക്കാം ഇതിൽ വരുമോ നോക്കാം. നോക്കട്ടെ. സമയത്ത് ഞാൻ പറഞ്ഞില്ല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതായത് നിൽക്കാൻ പറ്റില്ല. മൂവിങ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ സാധനം, മൂവിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കിട്ടും. ഇത് സിമ്പിളായി പോവാം. സിമ്പിൾ. അപ്പുറം കടന്നതാ, അപ്പുറം കടന്ന സംഭവമാണ് അത്. എന്തോ ഒന്നുകൂടി നോക്കാം. ഇതെന്തോന്ന്. നമുക്ക് പുതിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണല്ലേ അത് ചെയ്യുക. അതാ പോട്ടെ. യെസ് ഇത് പോട്ടെ. സ്പീഡ്. കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതടിച്ച് കൊല്ലും, സ്പീഡ് പോവുകയാണെങ്കിൽ ഇത് ചവിട്ടി കൊല്ലും. അപ്പം എന്തേലുമൊക്കെ ഒന്നായിട്ട് നടക്കും. ഓക്കെ പോട്ടെ. ഓക്കെ സ്പീഡ്. ആ ലാസ്റ്റ് നിമിഷം അത്രയും നമ്മളെത്തി. ആ ലാസ്റ്റ് ഇതിനെ മറികടക്കാനാണ് ഞാൻ പറഞ്ഞില്ല. ഇത് ഭയങ്കര ത്രില്ലിങ്ങാണ്. ജയിക്കുക എന്നുള്ളതൊക്കെ ഒരു വാശിയായിട്ട് വരും നമുക്ക്. പിന്നെ അത്രയ്ക്ക് ഒരു ഇതുള്ള ഗെയിം, രസമുള്ള ഗെയിം. ഇത് ഒന്നാമത് ഞാൻ പറഞ്ഞില്ല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ പിന്നെ പോവാന്നല്ലാതെ വേറെ വഴിയില്ല, അല്ലെങ്കിൽ പിന്നെ സ്പീഡ് പോകണം. പോട്ടെ കണ്ടോ ഇങ്ങനെ ഈ ഒരു ലെവലിൽ ആക്കണ. പോട്ടെ. ഇതാ ഞാൻ പറഞ്ഞല്ലേ, ആ ഒരു റെഡ് മിന്നി കത്തണ സമയം കൊണ്ട് നമ്മൾ അവിടെ അപ്പുറം കടക്കണം. ഫുൾ റെഡ് ആവാൻ പാടില്ല. കുട്ടീനെ കൊണ്ട് കുടുങ്ങിയല്ലോ. കുട്ടി ഭയങ്കര സ്പീഡിലാണ് അടിക്കണേ. ഇതിന് തീരെ സ്പീഡില്ല ഒന്നും മറ്റേൻ്റെ അത്ര. ഓക്കെ ഇത് മറികടക്കും. കിടക്കും. ഓക്കെ സിമ്പിളായിട്ട് മറികടന്നിട്ടുണ്ട്. സിമ്പിളായിട്ട്. ഇതെന്താ. ഓക്കെ പുതിയ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഈ ഗെയിം എന്ന് പറയണത്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. കണ്ടോ ഇതിൽ ഒരുപാട് ലെവൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഒരുപാട് കളിച്ചിരിക്കാനുണ്ട്. എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ശരി.